ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് ദ യുണൈറ്റഡ് കിങ്ഡം. UK ഈസ് വൺ ഓഫ് ദ വേൾഡ് ലീഡേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അക്കാഡമിക് എക്സലൻസ് മാത്രമല്ല UK-നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പോപ്പുലർ ആക്കുന്നത്. ദ മോസ്റ്റ് നമ്പർ ഓഫ് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, ഷോർട്ടർ കോഴ്സ് ഡ്യൂറേഷൻ ആൻഡ് നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനും പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയ്മെൻറ്റിന് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ നിരവധിയാണ് UK ഹയർ സ്റ്റഡീസിനായി ചൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനായിട്ട് ഓഫർ ചെയ്യുന്നത്. നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻ മുതൽ പല ഫാക്ടേഴ്സ് വിസ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ഹാവ് ദ പ്രോപ്പർ ആൻഡ് റിക്വയർഡ് വിസ ഡോക്യുമെൻറ്റ്സ്. UK സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-step പ്രോസസ്സാണ്. The online visa application and giving your biometrics and submitting your passport at your nearby VFS center. രണ്ട് സ്റ്റെപ്പും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ VFS സെൻറ്ററിൽ നമ്മൾ ബയോമെട്രിക്സ് ആൻഡ് പാസ്പോർട്ട് സബ്മിഷനായിട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മളുടെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസ ഡോക്യുമെൻറ്റ്സ് ഫോർ യുവർ UK സ്റ്റുഡൻറ്റ് വിസ സബ്മിറ്റ് ചെയ്യേണ്ടത്. വിസ ആപ്ലിക്കേഷൻ ഫോം, സ്റ്റുഡൻറ്റ് വിസ ചെക്ക്ലിസ്റ്റ്, വിസ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, IHS പേയ്മെൻറ്റ് പ്രൂഫ്, caste letter, attached certificate if it is mentioned in your caste letter, all the academic certificates submitted for your caste letter, medical certificate, financial document and your work experience documents. ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി നമ്മൾ VFS സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. ശേഷം വൺസ് നിങ്ങളുടെ വിസ ഡിസിഷൻ ആയിക്കഴിഞ്ഞാൽ വിസ വിഗ്നേറ്റ് സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് VFSൽ നിന്ന് പാസ്പോർട്ട് കൊറിയറായിട്ട് അവർ സെൻഡ് ചെയ്യും. കേൾക്കുമ്പോൾ എത്ര സിമ്പിളാണല്ലേ പ്രോസസ്സ് എന്ന് പറയണത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എക്സ്പേർട്ട് ഗൈഡൻസ് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ എത്ര ആൾക്കാർ കാസ്റ്റ് ലെറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സോ വാട്ട് ഈസ് എ കാസ്റ്റ് ലെറ്റർ? കാസ്റ്റ് ലെറ്റർ is the confirmation for acceptance of your studies. നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ആർ ഗോയിങ് ആസ് എ സ്പോൺസേർഡ് സ്റ്റുഡൻറ്റ് അണ്ടർ യുവർ യൂണിവേഴ്സിറ്റി. UKVIയുടെ അണ്ടറിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളെ സ്പോൺസർ ചെയ്ത് സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷനായിട്ട് എലിജിബിൾ ആക്കുന്നത്. നിങ്ങളുടെ കാസ്റ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ ഡോക്യുമെൻറ്റ്സും, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അക്കാഡമിക് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് ഇൻക്ലൂഡിങ് ദ സ്പെല്ലിങ്സ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ഫെമിലിയർ അല്ലാത്തൊരു ടേം ആയിരിക്കും അറ്റാച്ച് സർട്ടിഫിക്കറ്റ്. സോ വാട്ട് ഈസ് എൻ അറ്റാച്ച് സർട്ടിഫിക്കറ്റ്? ചില കോഴ്സുകൾക്കായിട്ട് UK ഗവൺമെൻറ് മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് അക്കാഡമിക് ടെക്നോളജി അപ്രൂവൽ സ്കീം അഥവാ അറ്റാച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കോഴ്സിന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ അത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഫോർ ഗെറ്റിംഗ് യുവർ സ്റ്റുഡൻറ്റ് വിസ ഈ ഒരു ഡോക്യുമെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്, ദ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഒരു സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് ഒരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ അവിടുത്തെ എക്സ്പെൻസസും ട്യൂഷൻ ഫീസും ബെയർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഓരോ കൺട്രിയും അതിനുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് UKVI വെബ്സൈറ്റിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ അവർ പറയുന്ന ഫോർമാറ്റിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്കിലാണ് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഫണ്ട് കാണിക്കേണ്ടത്. സോ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റിന് നമ്മളൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ സെനറിയോയിൽ UKVI എല്ലാവരുടെ ഫണ്ടും ജെനുവിനിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ബാങ്കിലാണോ ഫണ്ട് കാണിച്ചിട്ടുള്ളത് ആ ബാങ്കിനെ നിർബന്ധമായിട്ടും ഇൻഫോം ചെയ്യണം. UKVIന്ന് എന്ത് ഇമെയിൽസ് വന്നു കഴിഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ വിടുന്ന ഒരു ഭാഗമാണ് സ്റ്റുഡൻറ്റ് വിസ ഇൻ്റർവ്യൂ. UK ഗവൺമെൻറ് വിസ ഇൻ്റർവ്യൂസ് ഡയറക്റ്റ്ലി സ്കെഡ്യൂൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് അവെയർ അല്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത മൊമെൻ്റ് മുതൽ എംബസിക്ക് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. അറ്റ് പ്രസൻ്റ്ലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ത്രൂ ആണ് UK ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വിസ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ
വൺസ് നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൽ ഐ ഡി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷന് നിങ്ങൾ കൊടുത്തേക്കുന്ന മെയിൽ ഐ ഡി തറോലി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലും ടൈമിലും കൃത്യമായിട്ട് നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ ജെന്യുവൻ ആൻഡ് പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളതിന് ആൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക. സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സ് അല്ല എന്നുള്ളത് മനസ്സിലായല്ലേ? ബട്ട് with the help of an expert consultant, you can also achieve your dream to study in UK. MadGlobo, the leading educational consultant in Kerala, can help you to achieve your goals. With the help of the certified counselors in MadGlobo, you can also submit and get your student visa to UK. നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. One of the expert counselor in MadGlobo will connect with you. Thank you.